ഹലോ, ഇന്ന് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കാം കേട്ടോ. വാൾ ഡെക്കോർ എന്ന് പറയുമ്പോൾ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കുറച്ച് ഫ്രെയിംസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. സീറോ കോസ്റ്റായിട്ട് കുറച്ച് ഫ്രെയിംസ് ഉണ്ടാക്കിയാൽ ആർക്കല്ലേ ഇഷ്ടമാവാത്തത്. അത് നമ്മുടെ വീടിൻ്റെയോ നമ്മുടെ വാളിൻ്റെയൊക്കെ ലുക്ക് മാറ്റാൻ പറ്റുന്ന അടിപൊളി ഫ്രെയിംസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ പിൻട്രസ്റ്റ് നിന്നും അതുപോലെ പലരുടെയും വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്തത്. കാരണം എൻ്റെ വാൾ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്തൊരു വർക്കാട്ടോ ഇത്. ഇതുപോലൊരു പേപ്പർ എടുത്താൽ മതി. അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ ഡ്രോയിങ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടി കൂടിയ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വരും കേട്ടോ സാധനം. പിന്നെ ഞാനിങ്ങനെ ഒരു A4 സൈസുള്ള ഷീറ്റ് എടുത്തതുകൊണ്ട് എൻ്റെ ഫ്രെയിംസ് കുറച്ച് ചെറുതാണ്. നമുക്ക് എത്ര വലുപ്പമാണോ ഫ്രെയിം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. നമുക്കിനി വേറെ വീഡിയോയിൽ വലിയൊരു ഫ്രെയിം ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വരയ്ക്കണ കണ്ടില്ല, അതുപോലത്തെ 4 ലൈൻസ് വരയ്ക്കണം. ഓരോ ലൈനിൻ്റെ ഇടയിലും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം കേട്ടോ. ഇങ്ങനെ 4 സൈഡിലും ഇത് വരച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഓവർലാപ്പ് വരുന്ന ഏരിയ ഉണ്ടല്ലോ അത് 4 സൈഡിലും കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നോക്കിയേ, എല്ലാ സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അളവെടുക്കുന്നതും മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട്. ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സാണ് വരയ്ക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഡെക്കോറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എൻ്റെ റൂമിൻ്റെ അല്ലെങ്കിൽ ടേബിളിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്ലൂ ഷെയ്ഡുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, അത് ഒരു ബ്ലൂവിൽ തന്നെ വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഒരു സിംഗിൾ കളറാണ്, ഒരുപാട് കളർ യൂസ് ചെയ്തിട്ടൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂവും വൈറ്റും മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് കുറച്ച് ലീവ്സും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു വശം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ 3 ഫ്രെയിംസ്. എങ്ങനെയുണ്ട് ഈ കളർ കോമ്പിനേഷനും ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ പിൻട്രസ്റ്റ് നോക്കി വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വാളിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മളെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിക്കുന്ന ഗിഫ്റ്റ് അടിച്ചെടുക്കാൻ നോക്കൂ.